ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC 2026 ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ പരീക്ഷകളിലെ കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്ന് CPO എക്സാം ഉള്ളവർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇന്ത്യ. ഇന്ത്യയാണ് അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഏപ്രിൽ 2023. ഏപ്രിൽ 2023 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത്. താഴെ തന്നിട്ടുള്ളവയിൽ ഈ ഡിസ്ട്രിക്ട് സർവീസുമായി ബന്ധപ്പെട്ടത് ഏതാണ്? താഴെ തന്നിട്ടുള്ളവയിൽ ഈ ഡിസ്ട്രിക്ട് സർവീസുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. അതായത് ജനങ്ങൾക്ക് പൊതുസേവന കേന്ദ്രങ്ങൾ വഴി സർക്കാരിന്റെ സേവനങ്ങൾ നൽകുന്ന പദ്ധതി. സേവനങ്ങൾ ഓൺലൈൻ വെബ് പോർട്ടൽ വഴി ലഭ്യമാക്കുന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നു. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് സർവീസുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ് ശരി? ജനങ്ങൾക്ക് പൊതുസേവന കേന്ദ്രങ്ങൾ വഴി സർക്കാരിന്റെ സേവനങ്ങൾ നൽകുന്ന പദ്ധതി. സേവനങ്ങൾ ഓൺലൈൻ വെബ് പോർട്ടൽ വഴി ലഭ്യമാകുന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നു. സ്നേഹപൂർവം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്നേഹപൂർവം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതി. മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതിയാണ് സ്നേഹപൂർവം. സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, KSFE. KSFE ആണ് സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. COP30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് അഥവാ L&D എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? COP30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് അഥവാ L&D എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടം. കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടമാണ് COP30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് എന്ന ആശയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. 2025 COP30 വേദിയായത് എവിടെയാണ്? ബെലേം, ബ്രസീൽ. ബ്രസീലിലെ ബെലേമിലാണ് COP30 നടന്നത്. 2026 COP31 വേദി എവിടെയാണ്? അന്റാലിയ, തുർക്കി. തുർക്കിയിലെ അന്റാലിയയിലാണ് 2026 COP31 നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ജീവനി. ജീവനിയാണ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ ഏതാണ്? ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ബ്രഹ്മോസ്. ബ്രഹ്മോസ് ആണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ, നിക്കൽ സിൽവർ. നിക്കൽ സിൽവർ ഉപയോഗിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത്. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇറ്റലി, മിലാനോ, കോർട്ടീന. ഇറ്റലിയിലെ മിലാനോ കോർട്ടീനയിലാണ് 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായത്. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിനാണ് 2026 ഓസ്കാർ അവാർഡിന് ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്.
2026 ഓസ്കാറിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മൈക്കിൾ ബി ജോർദാൻ, ചിത്രം സിനേഴ്സ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ജെസി ബക്ലി, ചിത്രം ഹാംനെറ്റ്. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. എന്തൊക്കെയാണ്? മികച്ച നടൻ മൈക്കിൾ ബി ജോർദാൻ, ചിത്രം സിന്നേഴ്സ്. മികച്ച നടി ജെസി ബക്ലി, ചിത്രം ഹാംനെറ്റ്. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇനി പറയുന്നവയിൽ ഏതാണ് ലക്ഷ്യമിടുന്നത്? വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇനി പറയുന്നവയിൽ ഏതാണ് ലക്ഷ്യമിടുന്നത്? ഉത്തരം ഓപ്ഷൻ എ MNREGA അഥവാ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. തപോമയുടെ അച്ഛൻ എന്ന നോവലിനെയും അതിന്റെ രചയിതാവിനെയും കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവനകളിൽ ഏതാണ് ശരി? തപോമയുടെ അച്ഛൻ എന്ന നോവലിനെയും അതിന്റെ രചയിതാവിനെയും കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി 2, 3 മാത്രം. അതായത് സന്തോഷ് കുമാർ എഴുതിയ ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥിയായി ഗോപാൽ ബറുവയെ ചിത്രീകരിക്കുന്നു. 2024 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് 2025 അഭിമാനകരമായ വയലാർ അവാർഡ് ലഭിച്ചു. എന്തൊക്കെയാണ്? സന്തോഷ് കുമാർ എഴുതിയ ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥിയായി ഗോപാൽ ബറുവയെ ചിത്രീകരിക്കുന്നു. 2024 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് 2025 അഭിമാനകരമായ വയലാർ അവാർഡ് ലഭിച്ചു. ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥാ നടപടിയിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്? ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥാ നടപടിയിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ എ 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക. ഇതാണ് ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥാ നടപടിയിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ്? 500 GB അജൈവ ഇന്ധന ഊർജം കൈവരിക്കുക. 2030 സമ്പദ് വ്യവസ്ഥയുടെ കാർബൺ തീവ്രത 45% കുറയ്ക്കുക. 2030 1 ബില്യൺ ടൺ കാർബൺ വിസർജനം കുറയ്ക്കുക. താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ജോൺ എം മാർട്ടിനസ്. 2025 ഊർജ്ജതന്ത്രത്തിന് 3 പേർക്കാണ് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡൊവറൈറ്റ് അഥവാ മൈക്കിൾ എച്ച് ഡൊവറൈറ്റ്, ജോൺ എം മാർട്ടിനസ്. ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡൊവറൈറ്റ് അഥവാ മൈക്കിൾ എച്ച് ഡൊവറൈറ്റ്, ജോൺ എം മാർട്ടിനസ് എന്നീ 3 പേർക്കാണ് 2025 ഊർജ്ജതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. എന്ത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്? ഒരു വൈദ്യുത സർക്യൂട്ടിൽ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങും ഊർജ്ജ ക്വാണ്ടൈസേഷനും കണ്ടെത്തിയതിന്. ഒരു വൈദ്യുത സർക്യൂട്ടിൽ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങും ഊർജ്ജ ക്വാണ്ടൈസേഷനും കണ്ടെത്തിയതിനാണ് 2025 ഊർജ്ജതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ജോൺ ക്ലാർക്കിനും മൈക്കിൾ എച്ച് ഡൊവറൈറ്റിനും ജോൺ എം മാർട്ടിനസിനും ലഭിച്ചത്. ചരക്ക് സേവന നികുതിയിൽ അഥവാ GST ഉണ്ടായിരുന്ന ഏത് സ്ലാബുകൾ ആണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ചരക്ക് സേവന നികുതിയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി 12%, 28%. ചരക്ക് സേവന നികുതിയിൽ ഉണ്ടായിരുന്ന 12%, 28% എന്നീ സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്. 2023 106 ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? 2023 106 ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണമാണ് 2023 106 ഭരണഘടനാ ഭേദഗതി നിയമം ബന്ധപ്പെട്ടിരിക്കുന്നത്. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ബി 40%. 40%മാണ് 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം. കേന്ദ്രവിഹിതം എത്രയാണ്? 60%. കേന്ദ്രവിഹിതം 60%വും സംസ്ഥാന വിഹിതവും 40%വുമാണ്. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏത്? കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏതാണ്?
ഉത്തരം ഓപ്ഷൻ എ കിൻഫ്ര. കിൻഫ്രയാണ് കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര്? ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി വിജയ് കിഷോർ രഹത്കർ. വിജയ് കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. താഴെ പറയുന്നതിൽ ഭൗതികശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്തെ വലിയ ശ്രദ്ധ നേടിയത്? താഴെ പറയുന്നതിൽ ഭൗതികശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ഉത്തരം ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഭൗതികശാസ്ത്രത്തിലെ കണ്ടുപിടുത്തമായ ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയമാണ് ഉത്തരം ഓപ്ഷൻ ഡി കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ദീപാവലി. ദീപാവലിയാണ് യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആര്? 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഉസ്മാൻ ഡെംബലെ. ഉസ്മാൻ ഡെംബലെക്കാണ് 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത്. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജകമണ്ഡലം. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജകമണ്ഡലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ചിറ്റൂർ. ചിറ്റൂരാണ് 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയോജകമണ്ഡലം. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാര്? 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ആരാണ് ആ പേര് നിർദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ അജിത് ഡോവൽ. അജിത് ഡോവലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ? വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ഉത്തരം ഓപ്ഷൻ എ 1, 3 എന്നിവ മാത്രം ശരിയാണ്. അതായത് വയോജനക്ഷേമത്തിനായി രാജ്യത്താദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസാക്കിയിട്ടുണ്ട്. ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കലാണ് മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. എന്തൊക്കെയാണ്? വയോജനക്ഷേമത്തിനായി രാജ്യത്താദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസാക്കിയിട്ടുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കലാണ് മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. അതുപോലെ പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? വയോ അമൃതം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏവ? കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ഉത്തരം ഓപ്ഷൻ ബി 1 മാത്രം ശരിയാണ്. അതായത് കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷർക്കും ബ്രെയിൻ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ റെയ്ല ഒഡിങ്ങ. റെയ്ല ഒഡിങ്ങയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി.
അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം ഏത്? അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 2026. 2026 അടുത്ത